ഇത്രയും വലിയൊരു ടീം ലൈക്ക് മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇവർ നെക്സ്റ്റ് ടീമിനാണ്. അപ്പൊ ഇത്രയും വലിയൊരു ടീം ലൈക്ക് അങ്ങനെ കിട്ടുമ്പോൾ ലീഡ് റോളിൽ കിട്ടുമ്പോൾ ഞാൻ കളയാണ്. 6 മണിയായപ്പോ മുങ്ങിയ മനുഷ്യനാണ് ചെയ്ത പഴയ കട്ടിലെടുക്കും. ഗൂഗിളും അറിയില്ല, ഏതൊരു റൈറ്ററും ഡയറക്ടറും ആർട്ടിസ്റ്റും കൊതിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഗൂഗിൾക്ക് പടം ചെയ്യാന്നുള്ളത്. അതൊരു ഒരു ബ്രാൻഡാണ്. കട്ടിലൊടിഞ്ഞ് താഴെ വീഴും. പേടി. എനിക്ക് പേടിയുണ്ട്. ഈ ഒരു സുമതി വളവ് എന്ന് പറയുന്ന ഒരു സിനിമ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മുന്നിലേക്ക് വന്നത് വലിയൊരു നീണ്ട ലിസ്റ്റായിരുന്നു. അപ്പം ഈ ഒരു സർക്കിൾ തന്നെ നമ്മൾ ഏറ്റവും ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട പലരും പുറത്തു പോകുന്ന രീതിയിലാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പം ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ഒരു ഫാമിലി ബേസ്ഡായി നിങ്ങൾ മാറിയത് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തു. കാണുന്ന ഓരോ ഓഡിയൻസിനും നിങ്ങളൊരു ഫാമിലിയാണെന്ന് ഫീൽ ചെയ്തു. ഞാനും അതിലേക്ക് ഇന്നായവർ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ചിരി വന്നു അത് കണ്ടപ്പോൾ. ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം പോലൊരു സ്ഥലത്തെ ആസ്പദമാക്കിയൊരു സിനിമ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് ആ ഒരു പേരിൻ്റെ സ്പെസിഫിക്കലി ആ ഒരു പേരിൻ്റെ കാര്യത്തിൽ ആൾക്കാർ ഓരോ കഥകൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ആയിരിക്കാം ഈ ഒരു സിനിമ എന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി സുമതി വളവ്? ഇപ്പോൾ ഓഗസ്റ്റ് 1 റിലീസിന് ഒരുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് സുമതി വളവ്? എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകന് തിയേറ്ററിലേക്ക് വരാം? പുതിയ ആൾക്കാർക്ക് നമുക്കൊരു അവസരം കൊടുത്താൽ ഇവരെങ്ങനെയാണ് ശിവതയ്ക്ക് കഥ പോലും അറിയത്തില്ല. ശിവത വരും, ഗർഭിണിയുടെ ക്യാരക്ടറാണ്. ഓക്കെ അഭി, ഞാൻ നാളെ വരാം. ആക്ച്വലി ഇതിന്റെ ആദ്യം ചോദിച്ചത് തിരുവനന്തപുരത്തെ ബേസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ കേട്ട് മറന്ന നമുക്ക് അറിയാവുന്ന സുമതി വളവ് എന്നുള്ള കഥയുടെ ആ വളവ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിന്റെ കഥകളെന്നോ കാര്യങ്ങളോ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയൊരു കഥ അതിലേക്ക് വളവ് പ്ലേസ് ചെയ്യാണ്. മാത്രമല്ല നമ്മൾ സിനിമയുടെ ലൊക്കേഷൻ ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം അല്ല, മറ്റൊരു ലൊക്കേഷൻ കാണിക്കുന്നത്. ഷൂട്ട് തന്നെ പാലക്കാടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരുപാട് മുത്തശ്ശിക്കഥകളും യക്ഷിക്കഥകളും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് കേട്ട കുറെ സംഭവങ്ങൾ എടുത്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റിയൽ ഇൻസിഡന്റ് ആയിട്ട് ബന്ധപ്പെടുന്ന ഒന്നും ആൾക്കാർ അങ്ങോട്ട് ഫിക്ഷനാണ്, സ്റ്റോറി ഫിക്ഷനാണ്. പക്ഷെ അതിന് വളവ് വെച്ചപ്പോൾ അത് ആ പേര് ഞങ്ങൾ കൊടുത്താണ് സുമതി വളവ്. ഈ റിയൽ ഇൻസിഡൻസിൽ നമുക്ക് കുറച്ച് ഇൻസ്പിറേഷൻസ് ഉണ്ട്, അല്ലാതെ നമ്മളെ എക്സാക്ട് കാര്യങ്ങൾ വെച്ചിട്ടല്ല. ടോട്ടലി കംപ്ലീറ്റ് ഫിക്ഷണൽ ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ആ സ്ഥലവും ആ സ്ഥലപ്പേരും ആ യക്ഷി ട്രിവാൻഡ്രത്തുകാരൻ ഗോകുലായിരിക്കും. ആ ഒരു സ്ഥലത്ത് കൂടെ ഇതിന് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള പൊന്മുടി പോകുമ്പോൾ അത് വഴി പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുറച്ച്. അധികം ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. പടത്തിലോട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് പിന്നെ ഞാൻ കുറച്ചും കൂടെ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത്. അവിടെ CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ട് ആ വളവിൽ. പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു സിനിമയുടെ വിജയപരാജയമാണ് പൊതുവെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു താരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അണിയറ പ്രവർത്തകൻ്റെയോ വരവ്, തിരിച്ചറിവ് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സക്സസ് മൂവിക്ക് ശേഷം ഡയറക്ടർ, റൈറ്റർ, മ്യൂസിക് ഡയറക്ടർ, കുറേ അഭിനേതാക്കൾ ഒക്കെ വീണ്ടും യോജിക്കുന്ന ഒരു സിനിമയാണിത്. എങ്ങനെയാണ് സുമതി വളവ്, നിങ്ങൾ രണ്ടുപേരും ഏത് പെർസ്പെക്റ്റീവിലാണ് സുമതി വളവിനെ കാണുന്നത്? ഏത് രീതിയിലായിരിക്കാം നാളൊരു ചേഞ്ച്? അല്ല, മാളികപ്പുറത്തിന് വലിയ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുമതി വളവ് തന്നെ ചെയ്യാമെന്ന് തീരുമാനം എടുക്കുന്നത്. കാരണം ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഈ ഒരു ലെവലാണ് ഞാനും എൻ്റെ ടീമും ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ അഭിലാഷേട്ട സത്യം പറഞ്ഞാൽ മാളികപ്പുറത്തിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യാനിരുന്ന ഒരു 19 ഡിസ്കസ് ചെയ്തത്. അതെ, അപ്പോൾ അത് ഓൾറെഡി എല്ലാവർക്കും അറിയാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ചേഞ്ച് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് മാളികപ്പുറത്ത് നിന്ന് കിട്ടിയൊരു റിസപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു മാസീവായിട്ടുള്ള ഒരു ഫാമിലി ഓഡിയൻസ്, പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കും മുത്തശ്ശിമാർക്കും പ്രായമായ ഒരു ഫോർഗോട്ടൻ ഓഡിയൻസ് എന്ന് വേണമെങ്കിൽ അവരെ ലേബൽ ചെയ്യും. പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഇപ്പൊ അധികം വരുന്നില്ല. എല്ലാം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസ് ആയിട്ടുള്ള സിനിഫയൽ ആയിട്ടുള്ള ഓഡിയൻസിനുള്ള സിനിമകളാണ് ഇപ്പോൾ മാക്സിമം ഇന്നത്തെ ജനറേഷനിലുള്ള ഫിലിം മേക്കേഴ്സും മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 90s നമുക്കൊരു ഏർലി 20s കിട്ടിയിരിക്കുന്ന ഒരു സെലിബ്രേഷൻ ഫിലിം ഉണ്ടായിരുന്നു. നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന നമ്മുടെ മലയാളം ഫിലിം മേക്കേഴ്സ് സെലിബ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു വേ ഓഫ് പാറ്റേൺ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നുകൂടാ എന്ന് കരുതി മാളികപ്പുറത്തിൽ അതിൻ്റെ ഒരു എലമെന്റ് നമുക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ട് വന്നു. അപ്പോൾ വൈ നോട്ട് സുമതി വളവിലും ഇത് എന്ന് വെച്ചാൽ നമ്മൾ സിനിഫൈൽ ഓഡിയൻസിന് മാറ്റിയിട്ടുമില്ല. ചേച്ചിയുടെ ചെറിയ പോർഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പക്കാ സിനിഫൈൽ സിനിഫൈൽ ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലും നമ്മൾ അത് ബിൽഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് മിക്സ്ചർ ഓഫ് എല്ലാതരം ഓഡിയൻസിനും ഒരു ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എന്നാൽ ഇന്നത്തെ ടെക്നോളജിയിൽ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു ഫാമിലി എന്റർടൈൻമെന്റ്. രക്ഷിപ്പടങ്ങൾ എപ്പോഴും മലയാളത്തിൽ വർക്കാവാറുണ്ട്. ഒരുപാട് നാളെ രക്ഷിപ്പടം പ്രോപ്പർലി രക്ഷിപ്പടം വന്നിട്ട് ഒരുപാട് നാളെ. അപ്പൊ അത് കാണാനല്ല എല്ലാവർക്കും പേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പേടിയുണ്ടെങ്കിലും സിനിമയിൽ അത് കാണാൻ പേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആലോചിച്ചത്, കഥ ഉണ്ടാക്കുന്നത്.
പിന്നെ അത് എഴുതി വന്നപ്പോഴത്തേക്ക് ഒരു വലിയ വലിയ സ്റ്റാർ കാസ്റ്റിലേക്ക് അത്രയും വലിയൊരു ഫാമിലി, കുറച്ചുകൂടെ ഫാമിലി എന്ന് പറഞ്ഞല്ലോ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 40ഓളം മെയിൻ ലീഡ് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ. അഭിലാഷേട്ടൻ മുന്നേ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതൊരു ലെജൻസിൻ്റെ മക്കളുടെ റീയൂണിയൻ കൂടിയാണ് എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കളിയാക്കി പറയും ലൊക്കേഷൻ നെപ്പോ കിഡ്സിന്റെ ഒരു യൂണിയൻ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ആക്ച്വലി ഈ നെപ്പോ എന്ന് പറയുന്ന ടേമിൽ ആൾക്കാർക്ക് എൻട്രി കുറച്ചുകൂടി എളുപ്പമാണെങ്കിലും അവരുടെ കഴിവിനെ വിലയിരുത്തുന്നത് ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കഴിവിനെ മാനദണ്ഡം വെച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റിംഗ് ഇതിൽ വരുന്ന സമയത്ത്, അതല്ലാത്ത ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്, അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി സിമ്പിളായ, കാരണം അത്രയും ടാലൻറ്റഡായ ആർട്ടിസ്റ്റാണ്, പ്ലസ് അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം, ചെറുപ്പകാലം തൊട്ടേ കണ്ടും കേട്ടും അറിഞ്ഞവരായിരിക്കാം, കുറച്ചുകൂടി എളുപ്പമാക്കിയോ ഇല്ല ഈ നെപ്പോട്ടിസം എന്നത് ഒരു സമ്മർദ്ദമാക്കി മാറിയിട്ടുണ്ട് എവിടെങ്കിലും? ഗോകുൽ പറയട്ടെ. ഭയങ്കര എലാബറേറ്റ് ചെയ്ത് ആക്ച്വലി ഫസ്റ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ട്. ഈ ഇപ്പൊ അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയോ പേര് ചിലപ്പോൾ ഒരു പടം രണ്ടു പടം ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കഴിവ് തന്നെ വേണം. ഉറപ്പായിട്ടും ഈ പടത്തിലുള്ള എല്ലാവരും പടങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ, പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകൾ. ഇപ്പൊ അർജുനായാലും ഗോകുലായാലും ശ്രാവണായാലും വിഷ്ണു, ഇതിൽപ്പെട്ട ഒരാളാണ് വിഷ്ണു, വിഷ്ണുവിന്റെ ഫാദർ ഡയറക്ടറാണ്. അതേപോലെ തന്നെ വേറെ നമ്മുടെ ഇനി വേറെ ആരൊക്കെയായിരുന്നു? സിദ്ധാർത്ഥ. അല്ല അഭിലാഷേട്ടാ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ പറയാനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ഒരാളായിരുന്നു അതായത് ഈ അടുത്ത് കണ്ട ഏറ്റവും മോസ്റ്റ് നെപ്പോ ഫിലിം യു ക്യാൻ ഫൈൻഡ് കളിയാക്കി പറയാൻ ഹേറ്റേഴ്സിന് വേണ്ടി മലയാളി സിനിമ മോഹി ഒരുപാട് കൊതിക്കുന്ന ശ്രീഗോകുലം മൂവീസ് എന്ന മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസിൽ അതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ചേട്ടൻ അഭിമാനിക്കുന്നത് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ശ്രീഗോകുലം മൂവീസ് ഈ സിനിമയിലേക്ക് വന്നത് വളരെ വൈകിട്ടൊരു വേളയിലാണ്. അതിലേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? അതുപോലെ ചേട്ടൻ അടുത്ത സിനിമയുടെ അപ്ഡേഷനും എന്തെങ്കിലും പറയാനാകും? ഗൂഗിളും അതായത് ഏതൊരു റൈറ്ററും ഡയറക്ടറും ആർട്ടിസ്റ്റും കൊതിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഗൂഗിൾക്ക് പടം ചെയ്യാന്നുള്ളത്. അതൊരു ഒരു ബ്രാൻഡാണ് മലയാളത്തിൻ്റെ. അപ്പം ഗൂഗിളുമായിട്ട് ഇപ്പം മൂർത്തിച്ചേട്ടനോട് ആയാലും ഒരു നല്ലൊരു ബന്ധം കുറേ നാളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഈ ഒരു സിനിമ ചെയ്യണമെന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിനിമ ഞങ്ങൾക്ക് ആദ്യം മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് ചെന്നൈയിലുണ്ടായിരുന്നു ഞങ്ങളൊപ്പം. അപ്പോൾ അവർ അത് ലാസ്റ്റ് ഒരു മൊമെന്റിൽ അവർക്ക് വേറെ രീതിയിലുള്ള ഒരു ബിസിനസ് ഡീൽ സംസാരിക്കുന്ന സമയത്താണ് ഈ പടത്തെ പറ്റി മൂർത്തിച്ചേട്ടനോട് സംസാരിക്കുന്നത്. മൂർത്തിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഗോപാലൻ സാർ പടം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂർത്തിച്ചേട്ടൻ ഗോപാലൻ സാർ പടം കാണുന്നു, അവർക്കത് ഇഷ്ടപ്പെടുന്നു, ഇത് നമ്മൾ കൂടെ നിൽക്കാം. അപ്പം അപ്പോൾ അവർ വന്ന ഗോകുലം എന്നൊരു പേരും കൂടെ ഞങ്ങളുടെ പടത്തിൻ്റെ ഒപ്പം വന്നപ്പോൾ ഞങ്ങളുടെ പടം കുറച്ചുകൂടെ വലിയ സിനിമയായി. കാരണം അത് ഒരു പ്രോമിസിങ് ആണല്ലോ ഇപ്പോഴും ഗൂഗിളും എടുക്കുന്ന സിനിമ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അത് സക്സസ് ആയി ഒരു ഫോർമുലയാണ് ഗൂഗിളും പ്രസൻസ് എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ അപ്പോൾ ആ സമയത്താണ് ഞാൻ മറ്റൊരു സബ്ജക്റ്റും കൂടി ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ അനൗൺസ് ചെയ്ത ചോറ്റാനിക്കൽ വിഷ്ണുകുട്ടി എന്ന് പറഞ്ഞിട്ട് മോഹനായിട്ട് ഡയറക്ടർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡബിൾ ലോട്ടറി പോലെയാണ് ഗൂഗിളിൽ 2 പടം ചെയ്യാൻ പറഞ്ഞത്. ബ്ലസ്സിങ്. ശിവാജി എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളെ ഫ്രണ്ട്സ് ഞാനിവിടെ കയറി നിൽക്കണം. എനിക്ക് ആക്ച്വലി ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു പുള്ളിയെ ഇന്റർവ്യൂ ചെയ്യാന്നുള്ളത്. അയ്യപ്പൻ കോശി മുതൽ പുള്ളി ബിഗ് സ്ക്രീനിലുണ്ട്, അല്ലാതെ മിനി സ്ക്രീനിൽ അത്യാവശ്യം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ബ്രേക്ക് വരുന്നൊരു കഥാപാത്രം ചെയ്യുക, അതിന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കുക എന്നുള്ള എനിക്ക് ഒരു സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. അപ്പം അർജുൻ ബ്രോ ഒരു വേദിയിൽ വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടായി, വൻ പൊളി പൊളിച്ചു എന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ബ്രോ ഇതിനകത്ത് വരാനുള്ളൊരു രീതി എങ്ങനെയായിരുന്നു? ഒരുപാട് ആൾക്കാർ ഈ മിനി സ്ക്രീൻ അല്ലെങ്കിൽ ഫോൺ അങ്ങനെയുള്ള യൂട്യൂബ് വേരിയന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയാണ് ബ്രോ വന്നത്, എന്തായിരുന്നു ബ്രോയുടെ ട്രാവൽ, അങ്ങനെയൊക്കെ. ആക്ച്വലി എനിക്ക് കടാവർ അഭിലാഷ് ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി തൊട്ടിട്ട് അഭിലാഷ് ചേട്ടനെ കടാവർ സിനിമയിൽ തൊട്ട് മുന്നേ എനിക്കറിയാം. അപ്പോൾ കടാവറിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്കുള്ള എല്ലാ സിനിമകളിലും അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ ഈ ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു. വിഷ്ണു ചേട്ടൻ കടാവറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ ഞാൻ ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ചേട്ടൻ. പിന്നെ അതൊരു വലിയ കഥയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കുറച്ചുകൂടി നേരത്തെ ചെയ്യാനൊരു അവസരം കിട്ടിയല്ലേ? നമ്മൾ നല്ലൊരു അവസരം പ്രോമിനന്റ് ആയിട്ട് കൊടുത്തതാണ്. ഓഡിഷൻ ചെയ്ത അവസരം കിട്ടിയോണ്ട് അവൻ പിന്നെ ഈ വേഷം വേണ്ട ഞാൻ ഓഡിഷൻ ചെയ്തൊരു വേഷം മേടിച്ചു. ഇവന്റെ ടാലന്റും ഇവന്റെ ആക്ടിങ് സ്കിൽസും കണ്ടിട്ട് അഭിലാഷ് ചേട്ടൻ ഒരു പടത്തിൽ ഒഴുക്കുകയും അങ്ങനെയല്ല. അതായത് ആ പടത്തില് മെയിൻ കാസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മള് റെക്കമെൻഡ് ചെയ്ത് കൊടുത്താണല്ലോ. ആ സമയത്ത് അതിപ്പോ വേറൊരു സിനിമ ഓഡിഷൻ ആയിരുന്നു കിട്ടി. അപ്പൊ ഞാൻ ചേട്ടാ റെക്കമെൻഡേഷൻ ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കഴിവ് വെച്ച്. അപ്പൊ ഞങ്ങളും പറഞ്ഞു ശരി നീ കഴിവ് വെച്ച്. ഷാജി പറഞ്ഞു 200ഓളം ഫ്രണ്ട്സ് പങ്കെടുത്ത ഒരു ഓഡിഷൻ അതെ. അങ്ങനെ ഇവൻ അത് പങ്കെടുത്തു. ഞങ്ങൾക്ക് സന്തോഷമാണ്.
അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മുടെ പടം ഇറങ്ങുകയും ചെയ്തു, ആ പടം നടന്നതുമില്ല. അപ്പൊ എനിക്ക് അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഇരുന്നു. പക്ഷെ ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോഴായാലും വെബ് സീരീസ് ചെയ്യുമ്പോഴായാലും ജിസ്മമ്മലിന്റെ ഞങ്ങൾ ഒരുമിച്ച് ജിസ്മമ്മലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബ്രോ. അത് ശരി. അപ്പം അതൊക്കെ കാണുമ്പോഴായാലും അഭിലാഷേനും വിഷ്ണുനും തന്നെ സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അപ്പം അതിലൊരു ഹ്യൂമർ ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ. നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ ഒക്കെ ഒരു ലുക്കും പരിപാടിയൊക്കെ. ഷൈൻ ടോം ചാക്കോയുടെ അനിയനായിട്ടായിരുന്നു ജിസ്മമ്മൽ ഫസ്റ്റ് ഞാൻ അത് ശരി. അവരുടെ വെബ് സീരീസിൽ ഫസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തല്ലേ? അടിപൊളി. ശരി, അവന്റെ ഒരു ചെറിയ കട്ടുള്ള കട്ടുണ്ടാവുന്ന അല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞു. ജോ എന്ന സിനിമയാണെന്ന് തോന്നുന്നു മലയാളികൾ പോലും കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒന്നുകൂടി പ്രണയിക്കാൻ തോന്നുന്നു, ഒന്നുകൂടി സ്നേഹിക്കാൻ തോന്നുന്ന ഒരു കഥാപാത്രമായിട്ട് വീണ്ടും വരുമ്പോൾ, അതായത് തിരിച്ചു വരുന്നൊന്നുമല്ല, വീണ്ടും വരുന്നൊരു സമയത്ത് എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, കഥാപാത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ? എനിക്ക് ആക്ച്വലി ഇങ്ങനെ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നില്ല വരുമ്പോൾ. ഞാൻ അഭിയേട്ടന്റെ കൂടെയും അർജുൻ ചേട്ടന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് ആനന്ദിക്ക് പോലെ. അപ്പൊ അവിടെ ഞങ്ങൾ നല്ല ജോളി ആയിട്ട് അങ്ങനെ തീർത്തൊരു പടമാണ്. അപ്പം ജസ്റ്റ് വർക്ക് ചെയ്യുക അങ്ങനെ ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. എനിക്ക് മലയാളത്തിൽ അങ്ങനെ കൂടുതൽ പടമില്ല. അപ്പോൾ ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്, ഇത്രയും വലിയൊരു ടീം. ലൈക്ക് മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇവർ നെക്സ്റ്റ് ഫെയിമിയാണ്. അപ്പൊ ഇത്രയും വലിയൊരു ടീം ലൈക്ക് അങ്ങനെ കിട്ടുമ്പോൾ ലീഡ് റോളിൽ കിട്ടുമ്പോൾ ഞാൻ കളയാണ്. അപ്പൊ ഞാൻ ഭയങ്കര ലൈക്ക് സെറ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി വന്നിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ്. സാധാരണ നമ്മൾ വന്നിട്ടാണോ സെറ്റാവും. ഇത് ഞാൻ പൂജയ്ക്കൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ വന്നിട്ട് എനിക്ക് കുറെ ഫ്രണ്ട്സിന് ഇപ്പൊ ലൈക്ക് ശിവ ചേച്ചി, ഗോപിക ചേച്ചി ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാ കണ്ടത്. അപ്പൊ ലൈക്ക് ടോട്ടലി ഇവിടെ വന്നോണ്ട് ലൈക്ക് ഫുൾ പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു ടീമിന്റെ ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിയാണ്. കൊല്ലങ്കോട് 90ഓളം ദിവസം ഷൂട്ട് പോയ ഒരു സിനിമ. കൊല്ലംകോടല്ല, പാലക്കാട് ജില്ല എന്ന് പറയണം. ഒരുപാട് മറയൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറയൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംബിയൻസിൽ പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഒരു 90s ആയിരിക്കാം കൂടുതൽ ആൾക്കാരും കണക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി. 90s കാറ്റഗറിയിൽ തന്നെയാണ് സിനിമയും ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നൊസ്റ്റാൾജി ക്രിയേറ്റഡ് ആകുന്ന നിങ്ങളുടെ ബാല്യകാലത്തിലേക്ക് പോകുന്ന ഒരു ആംബിയൻസ് ആയിരിക്കാം. ആ കാലഘട്ടം എല്ലാവരും ഒരു ആക്ച്വലി ഇവർ സെലക്ട് ചെയ്ത ഒരു ജംഗ്ഷൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് മറ്റേ കൊല്ലം ഓക്കെ. അപ്പൊ ഇവർ സെറ്റ് ഇട്ടപ്പോഴേ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. കാണുന്ന എല്ലാവരും ആ ഒരു ഡ്രസ്സിങ് ടൈപ്പിലും ആണ്, ആ ഓൾഡ് ഒരു വിൻറ്റേജ് ഫീൽ ഉണ്ടായിരുന്നു. സോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കാസറ്റ് കടയുടെ ആ ഒരു ജംഗ്ഷനും ഏരിയ ഒക്കെയാണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും സെറ്റിട്ട് നമ്മൾ ആ ഒരു വൈബ് കൊണ്ടുവരാൻ ചെയ്തതാണ്. പിന്നെ ഉത്സവ സോങ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തും എല്ലാവരും നമ്മളൊരു വേറെ എറയിലേക്ക് വന്ന പോലെ ഉണ്ടായിരുന്നു. ലൈക്കിനോ നമ്മൾ ഷൂട്ട് കാരവനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഈ ആനയും പിന്നെ എല്ലാവരും ധാവണിയും സാരിയും ഒക്കെ ഇട്ടിട്ട്. സോ ഐ തിങ്ക് ഈ ഒരു വിൻറ്റേജ് ഫീൽ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം സുഹൃത്തുക്കളുടെ കൂടി എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഓർമ്മകളേ ഉള്ളൂ. ഇല്ല അങ്ങനെയില്ല. ഇത്ര ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും കുറേ പേരുണ്ട്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 5-6 ദിവസം 7 ദിവസമൊക്കെ നമ്മളൊരു 5 days 6 days ഒരു സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കമ്പനി ആയിപ്പോവും. പിന്നെ ഓഫ് കോഴ്സ് കാരവനിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള കഥകളും പിന്നെ സെറ്റിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു ജോളി ഫൺ ആൻഡ് ഓൾ, ഒരു നോർമൽ ഫൺ അത്രേ ഉള്ളൂ. എനിക്ക് പിന്നെ എപ്പോഴും സീൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ സീനിന്റെ ഇടയിലൊക്കെ ഇവരെല്ലാവരും ലൂഡോ ഊണോ കളിക്കും. ഞങ്ങള് ലൂഡോ പിന്നെ അർജുനോടെ ആക്ടേഴ്സ് ടീം ഉണ്ട്. തൈലത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. കാട്ടൂട്ടി തൈലത്തിന്റെ അവനെ ഉറക്കം കളയാൻ വേണ്ടി നൈറ്റ് ഷൂട്ടാണല്ലോ, ഉറക്കം കളയാൻ വേണ്ടി ഇവൻ എവിടുന്നോ വയനാട്ടിൽ നിന്ന് കാട്ടുള്ളി തൈലം കൊണ്ട് വന്നിട്ട് എല്ലാവരെയും കൊണ്ട് പുതിയ പെർഫ്യൂമിന്റെ മണം കേട്ടോട്ട് കൊടുത്തു. ഗൂഗിളിലൊക്കെ എനിക്ക് ഒരുപാട് കൊണ്ടുവന്നല്ലേ. ടീസറിൽ ഞാൻ കണ്ടില്ലായിരുന്നു ഒന്നും തന്നെ. പെട്ടെന്ന് ഇതിൽ കാസ്റ്റിംഗ് ഡീറ്റെയിൽസ് നോക്കിയ സമയത്താണ് എനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് ശിവ. അപ്പം എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും അവിടെ ഹോൾഡ് ആയി നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ പടത്തില് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ചെയ്ത ഒരു ക്യാരക്ടർ ശിവതയാണ്. കാരണം ആ ക്യാരക്ടർ ബാക്കി ഹീറോയിൻസിന്റെ എല്ലാ പെർഫോമൻസ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ അവർക്കൊക്കെ പെർഫോമൻസ് ആണെങ്കിൽ ശിവതയ്ക്ക് ഫിസിക്കലിയും കൂടെ കുറച്ച് ചലഞ്ചുള്ളത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. കാരണം എനിക്ക് ഓർമ്മയുണ്ട് പിറ്റേ ദിവസമൊക്കെ ഒരു വിളി വരും രാവിലെ, നീ എവിടെയാണ്? ഞാൻ വന്നിട്ട് അതായത് മറയൂര്
ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് വെള്ളച്ചാട്ടത്തിൽ കൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് അതായത് മറയൂര് പറ്റി നിങ്ങൾ സംസാരിക്കരുത്. അന്ന് 6 മണിയായപ്പോ മുങ്ങിയ മനുഷ്യനാണ് ഇയാൾ. ബാക്കിയുള്ള അല്ല, എനിക്ക് മുന്നേ മനസ്സിലായി അവിടെ നിന്ന് എന്താ കിട്ടാൻ പോകുന്ന പണിയുന്നത്. അപ്പൊ ഞാൻ ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ രാത്രി എന്റെ അസോസിയേറ്റിന്റെ കൈ ഡിസ്ലൊക്കേറ്റ് ആയപ്പോ ഞാൻ അത് തള്ളി ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ തള്ളിയിട്ടാണ്. മാത്രമല്ല ശ്വേതയുടെ ഏറ്റവും വലിയ റെസ്പെക്ട് എന്താ വെച്ചാല് അത് ഡ്യൂപ്പിനെ യൂസ് ചെയ്യാവുന്ന പറ്റുന്ന ഒരു അവസ്ഥയിൽ ആ ഡ്യൂപ്പിന് വന്നിട്ട് അത് ചെയ്യാൻ പറ്റാതെ പേടി വന്നപ്പോ നമ്മളെ ഫൈറ്റ് മാസ്റ്റർ ഞാൻ ചെയ്തോളാം എന്ന് അതെ പറഞ്ഞു. അത് നല്ല സീക്വൻസ് ആണ് നമുക്ക് ഇൻട്രോയിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പോൾ അതില് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്യൂപ്പിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവര് പോലും ചെയ്യാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്ത ഒരു കാര്യം ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതെന്തിനാണ് ഞാൻ ചെയ്തോളാം. അപ്പോൾ നമ്മുടെ രാക്ഷസൻ ചെയ്ത ക്യാമറമാൻ പി വി ശങ്കർ എപ്പോഴും പറയും വാട്ട് എ വുമൻസ് ആർ എന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്നലത്തോടെ എല്ലാ ഇന്റർവ്യൂ തള്ളുന്നുണ്ട് ഇത്. ശിവദേവൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ആക്ഷന് തൊട്ട് മുന്നേ എല്ലാ ക്രൂ മൊത്തം മാറണം. അതൊരു അതിന്റെ ഹെലിക്യാം ഷോട്ട് ഉണ്ട്, ഏരിയൽ ഷോട്ട് അതുകൊണ്ട് ആ ഏരിയ തന്നെ ഐസൊലേറ്റ് ചെയ്യണം. ആ സമയത്ത് ശിവദം മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു റിസ്ക് അല്ല. അത് സിനിമ കാണുമ്പോൾ അറിയാം അതിനൊരു ഒരു ഡെപ്ത് കൃത്യമായിട്ട് ഇഷ്ടം. എനിക്ക് തോന്നുന്നു പടം കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സംസാരിക്കാൻ പോകുന്നത് കൊണ്ടത്തെ ഫാക്ടർ ആ ഒരു ഏരിയ ആയിരിക്കും. ആ ഒരു ഏരിയയില് സിനിമ വേറൊരു അയ്യോ അതുപോലെ തന്നെ ചേച്ചി ഹൈറ്റ് ഭയങ്കര അതല്ല ഡബിങ് ടൈം ആ. ഈ പടങ്ങളിൽ ഫുള്ള് ഓർമ്മ മാത്രമേ ഉള്ളൂ. കാരണം ഇതില് ഒരു ക്യാരിങ് ആയിട്ട് പറയാലോ അല്ലെ, ക്യാരിങ് വിമൻ ആയിട്ടാണ്. അപ്പൊ ക്യാരിങ് വിമന്റെ ഫസ്റ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഇപ്പൊ നൈറ്റ് ടൈം ഇങ്ങനെ വേദനയൊക്കെ എടുത്ത് ഇങ്ങനെ കട്ടിലൊടിഞ്ഞ് താഴെ വീഴും. ഞാൻ അതായത് സൂര്യ 90s റെഫറൻസും 70s റെഫറൻസും ഇച്ചിരി വാശി പിടിച്ചപ്പോ അവര് കട്ടിലും പുതിയതുണ്ടാക്കാതെ 90s പുറത്തിങ്ങനെ ക്യാമറ റോളിങ് അവിടെ നിന്ന് ഞാനിവിടെ രണ്ട് കൈയും രണ്ട് കാലും ഉള്ളിൽ കിടക്കാൻ മോണിറ്റർ ചെയ്തിട്ട് വിഷ്ണു ഞങ്ങൾ ശിവദേവ് ഒറിജിനാലിറ്റില്ല കരയുന്നേ. സംഭവം എന്ന് വെച്ചാൽ കട്ടിലിൽ നടുപിടിച്ച് താഴെ കിടക്കുക. പറ്റിയില്ലല്ലോ അല്ലെ. ഈ പടങ്ങൾ എന്നെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറയൂര് നല്ല ജാക്കറ്റും കംപ്ലീറ്റ് ഗിയറൊക്കെ ആയിട്ട് മങ്കി ക്യാപ്പ് വെച്ചിരിക്കുമ്പോ ചേച്ചി അവിടെ ഒരു നൈറ്റ് നൈറ്റൊരു വെള്ളത്തില് രണ്ട് എലമെന്റ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലാതെ സംസാരിക്കുന്ന ഒന്ന് മ്യൂസിക്കാണ്. ഇപ്പൊ വന്ന സോങ്സ് ആണെങ്കിലും ഇപ്പം എനിക്ക് പേഴ്സണലി മൂന്നാമത്തെ സോങ് കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പേഴ്സണലി ഇഷ്ടപ്പെട്ട റീസൺ ആ ഒരു ബീറ്റിൽ ഇങ്ങനത്തെ ഒരു ലിറിക്സ് വരുന്നത് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു ഫാസ്റ്റ് ബീറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൊമെന്റ് ബീറ്റിൽ ഇങ്ങനത്തെ ഒരു ലിറിക്സ് വരുന്നത്. മ്യൂസിക് ആയിട്ടുള്ള കാര്യം എനിക്ക് ആ സ്റ്റാമ്പ് ചെയ്യുന്നത് ഈ പടത്തിലാണെന്ന് പറഞ്ഞു. അതെ രഞ്ജൻ അപ്പോ ഇപ്പോ എനിക്ക് സ്ക്രിപ്റ്റ് ഇട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റ കണ്ടീഷനുള്ളൂ, രഞ്ജിന്റെ മ്യൂസിക് വേണമെന്നുള്ളൂ. അപ്പോ സന്തോഷമുള്ളൂ. കാരണം നമ്മുടെ വൈബിനെ അനുസരിച്ചിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് രഞ്ജൻ ബ്രോ. അപ്പോൾ പലപ്പോഴും ഞാനിത് ഡിസ്കസ് ചെയ്യാറുമ്പോൾ ഞാനാണ് രഞ്ജൻ ബ്രോന്ന് പറഞ്ഞത് ഇത്തവണ ചെയ്യുമ്പോൾ ഞാനൊരു സ്റ്റാമ്പ് കൂടി വയ്ക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു എസ്തെറ്റിക്കൽ ബ്യൂട്ടി ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക്. അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങളൊന്ന് ഈ പടത്തിലൂടെ കൂടുതൽ തരേണ്ടി വരും. ഇപ്പോൾ മാളിപ്പുറത്തി പറയുകയാണെങ്കിൽ 3 പാട്ടാണ് സോളിഡ് ആയിട്ടുള്ളത്. പക്ഷെ ഇതിൽ 5 പാട്ടും പ്ലസ് സബായിട്ട് വരുന്ന വേറെ കുറെ ഒരുപാട് മ്യൂസിക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു മ്യൂസിക്കൽ ജേർണി ടോട്ടാലിറ്റി വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ മ്യൂസിക്കിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് രഞ്ജിൻ രാജ് മ്യൂസിക്കിൽ നമ്മൾ മാത്രമല്ല 90s നമ്മൾ കേട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറെ മലയാളം പാട്ടുകളുടെ റെഫറൻസുകൾ സീനുകളിൽ വരുന്നുണ്ട്. അത് ഒരു തിയേറ്ററിൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഈ ഇപ്പോ കുറച്ച് പേര് പറയുന്നുണ്ട് പഴയ പാട്ടാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ 90-80 കാലഘട്ടം കാണിക്കുമ്പോൾ എനിക്ക് പഴയ പാട്ടുകളുടെ വൈബ് അല്ലാതെ അതായത് യൂട്യൂബിൽ ഈ പാട്ടിന്റെ കമന്റ് പറഞ്ഞു ഇത് 90s സോങ് ഉണ്ടല്ലോ. 90s വൈബിലുള്ള പടമാണ് ചെയ്യുന്നത്, 90s കഥയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആ വൈബിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി ഗ്രോത്ത് ഉണ്ട്. അല്ല അത് ഇപ്പൊ 3 സോങ്ങും യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെയാണ്. ഇപ്പൊ 3 സോങ് ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ പാട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ കിട്ടുന്നത്. കൂടുതലും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കനായ ഒരു പയ്യനായിട്ടാണ് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മലയാളികൾ കൂടുതലായിട്ടും. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ് അർജുൻ എന്ന് പറയുന്ന താരത്തിന് അല്ലെങ്കിൽ നടന്? ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അർജുനെ നമ്മുടെ പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു ഏർലി 90s ഒരു ഷെയ്ഡിലാണ് പടം മൊത്തം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 90s കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ ആ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ഈ ചോക്ലേറ്റ് പയ്യന്മാർ, അപ്പൊ അങ്ങനത്തെ ഒരു മാനറിസം തന്നെയാണ് അർജുനും ഡിസൈൻ ചെയ്തത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ടൈമിലുണ്ടായ നമ്മുടെ മുകേഷ് ഏട്ടൻ കുറെ തിളങ്ങി നിൽക്കായിരുന്നു, അതായത് 90s early 90s. അപ്പം മുകേഷ് ഏട്ടന്റെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാനറിസം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അർജുൻ ഈ ഒരു സിനിമയുടെ ക്യാരക്ടറെ നമ്മൾ ഡിസൈൻ ചെയ്തത്. സുമതിയോളം എന്നൊരു കോൺസെപ്റ്റിന്റെ കൂടെ സോങ്ങിലാണെന്ന് തോന്നുന്നു ഗംഗയെ കാണുമ്പോൾ കണ്ണു പൊത്തി നിൽക്കുന്ന അർജുന അശോകനെ നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഭയമുള്ള ഒരു വ്യക്തി ആ ഒരു കോൺട്രാസ്റ്റ് സിറ്റി ആണോ ഈ സിനിമയിൽ ഡ്രൈവ് ചെയ്ത്? അതിനുമുമ്പ് നിങ്ങൾക്ക് കേൾക്കാം, വെളുപ്പിന് 7 മണി രാത്രി 7 മണി കഴിഞ്ഞ മുറിക്കകത്ത് ഇരിക്കുന്ന ഒരുത്തനാണ് ഈ അർജുൻ, നമ്മുടെ കഥാപാത്രം. അർജുൻ മാത്രമല്ല, നമ്മളെ ഈ പറഞ്ഞ കല്ലേലി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും പോലും ഇരുട്ടായ അവര് നേരെ മുറിക്കകത്തേക്ക് കയറിയിരിക്കും. ഇതില് ഗൂഗിൾ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു മിലിറ്ററി ഓഫീസർ ക്യാരക്ടർ. അയാൾ പോലും ഡയലോഗ് പറയുന്നുണ്ട് ഇങ്ങനെ പട്ടാളക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു മിത്താണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആ വളവ് ഇരുട്ടിക്കഴിഞ്ഞാൽ ചെയ്താൽ കടക്കാൻ ധൈര്യപ്പെടില്ല എന്നുള്ളൊരു മിത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ ആണെങ്കിൽ നമ്മൾ കൂടുതലും അത്യാവശ്യം പാവപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കൈൻഡ്നെസ് ഉള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ ഒരു ടീസറിനകത്ത് നമ്മൾ കണ്ടത് കുറച്ച് റഫായ, കുറച്ച് മെച്ചുവേർഡായ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ കൂടുതലും അതിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് ആ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഗൂഗിൾ ബ്രോം ഈ പറയുന്ന ഭയം കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണോ? ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും? ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ, ഇനി ഇതല്ലാതെ ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഈ സിനിമയിൽ എത്ര വലിയ കേടിയാണെങ്കിലും ആ ഒരു വളവ് ആ സമയത്തിന് ശേഷം കടക്കാനായിട്ട് ഭയപ്പെടുന്ന ഒരു രീതിയിലാണ് മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ. പിന്നെ ചില ആൾക്കാർ മാത്രം അത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകും തോന്നുന്നു അല്ലേ? സസ്പെൻസ്. അതെ, സസ്പെൻസ്. അല്ല, ഗോലിന്റെ ക്യാരക്ടർ ഞങ്ങൾ പറയാൻ വിളിക്കുമ്പോൾ ഗോലിനോട് കഥ പറയുമ്പോൾ ക്ലൈമാക്സിൽ ലാസ്റ്റ് മിനിറ്റ് അതിന്റെ ക്ലൈമാക്സിൽ കടിപ്പിക്കുന്ന സമയത്തുള്ളതും ക്ലൈമാക്സിലുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഗോലി പെട്ടെന്ന് ചേട്ടാ ഞാൻ ചെയ്യാം എന്ന് പറയുന്നത്. അതിപ്പോൾ സ്ഥിരം ചെയ്യാത്ത ഒരു പാറ്റേൺ ഓഫ് അവരുടെ ഉണ്ട് ടോട്ടാലിറ്റിയിൽ തന്നെ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വേട്ടയുടെ ഒരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 5-6 ദിവസം കാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടാണ് ഇവര് ചെയ്തു വെച്ചത്. അഭിഷേക് ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര എഫോർട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഒരു ഹണ്ടിങ് സീനാണ്. അതിന് ഗൂഗിൾ അത് എങ്ങനെ ടീസർ ട്രെയിലർ പറയുമ്പോൾ ട്രെയിലർ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അത് ആ സീക്വൻസ് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര ഇമ്പാക്ട്. ആൾക്കൊരു തോക്കും കൊടുത്തിട്ടുണ്ട്. സ്ഥിരം ആ നിഷ്കളങ്കൻ പാവം മതി ശ്രമിക്കുന്നതിന്റെ ഒരു എനിക്ക് ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടില് ഗോകുലിന് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കിട്ടാൻ വേണ്ടി എനിക്ക് 3-4 വേരിയേഷൻസ് ഈ സീൻ വായിച്ചതിന് ശേഷം അദ്ദേഹം പെർഫോം ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാൻ ആക്ച്വലി ഗോകുലിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയാണ്, ഇച്ചിരി ഹെഡ് വെയിറ്റ് ഉണ്ടാവും, സൂപ്പർ സ്റ്റാർ, ആ ഒരു സ്റ്റാർഡം വെച്ചിട്ടായിരിക്കും. പക്ഷെ ഇത്രയും പാവപ്പെട്ട ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്കും നിഷ്കളങ്കനായ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണോ, അതായത് ഞാൻ ഇവൻ അഭിലാഷായിട്ടോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു, ചേട്ടാ ഇവനെ കൊണ്ട് പുള്ളോട്ടിയാൻ പറ്റി, ഇത്രയും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ആദ്യം ഒരു ഉണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ഇവന്റെ ഈ നിഷ്കളങ്കം കാണുമ്പോൾ എനിക്കൊരു ചെറിയ പേടി. പക്ഷെ ആക്ഷൻ പറഞ്ഞ് കംപ്ലീറ്റ് ഒരു ഫസ്റ്റ് ഷോട്ടിൽ ഇവന് ഈ കാറിന്ന് ഇറങ്ങി നടന്ന് വന്ന് ഈ അച്ഛനെ തുറിച്ച് നോക്കി എന്നിട്ട് അവന്റെ വീട്ടിലേക്ക് കയറുന്നതാണ്, ഒരു ചെറിയ സ്മൈലോടെ. അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു രജിസ്ട്രേഷൻ ആ ഒരൊറ്റ ഷോട്ടിൽ കിട്ടണം. ഞാൻ പറഞ്ഞത് ഗോകുല് വായിച്ചു, കഥ വായിച്ചു, ഗോകുലിന് മനസ്സിലായ രീതിയിൽ ഗോകുൽ ഒന്ന് ചെയ്യുന്നതാണ്. എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഗോകുലൊന്ന് ആലോചിച്ച് ഗോകുല് ഫസ്റ്റ് ടേക്ക് തന്നെ ആ ഒരൊറ്റ ഷോട്ട് നമ്മൾ ട്രാക്കൊക്കെ വെച്ച് ആ ഒരു നോട്ടം, ആ ഒരു ഷോട്ട് പെർഫെക്റ്റ്. അത് എനിക്ക് വേറെ കറക്ഷൻസ് ഒന്നും പറയേണ്ടി വന്നില്ല. അപ്പൊ അത്രയും ആഴത്തിൽ തന്നെ ആ ക്യാരക്ടർ മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം. ഗോകുൽ അധികം റീടേക്ക് പോകാത്തൊരു ആർട്ടിസ്റ്റാ. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട അങ്ങനെയുള്ള സാധനം പെട്ടെന്ന് തന്നെ അത് അതിന് മുന്നേ ഗോകുൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. അതാണ് ഒരു ഗോൾ. അതിന്റെ മുന്നേ എന്താ പിന്നെ എന്താ ചോദിച്ചു മനസ്സിലാക്കി ആ ക്യാരക്ടർ ഇങ്ങനെയല്ലേ. പിന്നെ അല്ല, അത് ഞാൻ ഇപ്പൊ അതിലോട്ടെന്ന് പറഞ്ഞു. എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഭയങ്കര പേടിയാണ്, എസ്പെഷ്യലി ഇത്ര ആക്ടേഴ്സ് അവരുടെ ഭാഗം നന്നായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അത്ര എക്സ്പീരിയൻസ് അല്ല എന്നൊക്കെ എനിക്ക് വെറുതെ ആണെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ എനിക്ക് എന്താ അയ്യോ അവരുടെ പെർഫോമൻസ് വേസ്റ്റ് ആവാൻ പാടില്ല ഞാൻ കാരണം, അവരുടെ പെർഫോമൻസ് റീടേക്ക് പോകാൻ പാടില്ല ഞാൻ കാരണം, ഇങ്ങനെ ഞാൻ വിചാരിച്ചോണ്ടാ ഞാൻ ഒരു പേടിയുടെ പുറത്താണ് ഞാൻ നന്നായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഗോകുല് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഗോകുലിൽ നടക്കും. അപ്പൊ ഗോകുൽ എവിടെ നിന്നൊക്കെ അറിയിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഗോകുലിന്റെ കൂടെ തന്നെ പേരുണ്ട് പോളെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അല്ലേ ഒരു മിനിറ്റ് ഇപ്പൊ റെഡിയാക്കുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് അത് ചെയ്യുന്ന പരിപാടി
ഭയങ്കര രസമായിരിക്കും. ഒരു ഒരു നമ്മൾ ഉദ്ദേശിച്ചതിന് മുകളിലൊരു ഒരു ഐറ്റം തരും. ഓക്കെ, ഒരുപാട് നാളിന് ശേഷമായിരിക്കും നമുക്കൊരു ഒരു ആഘോഷിക്കാൻ സാധിക്കുന്ന, തീർച്ചയായും. സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഫാമിലി കാണുമ്പം ഞാനും ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് ആഘോഷിക്കാൻ തയ്യാറാണ്. വരുമ്പോൾ ഫാമിലി ആയിട്ട് തന്നെ വരണം. കാരണം ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പടം. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു സിനിമ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ആഘോഷത്തിന് ഞങ്ങളും തയ്യാറെടുക്കുകയാണ്. ഒരുപാട് നന്ദി, സന്തോഷം. Thank you.